ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്ന ഇൻട്രോവേർട്ട്. ഇന്റർവ്യൂലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും, പക്ഷെ ഇവന്മാർ അവിടെ റൂമിലൊക്കെ രാത്രി വന്നു കഴിഞ്ഞാൽ ഫുൾ സീനാണ്. അങ്ങനെ 8 മണിക്ക് കിടന്നുറങ്ങണ എങ്ങനെ അറിയാൻ? 7:30 വരെ. ഇവരാകെ ഭക്ഷണം കഴിഞ്ഞിട്ട് 9 മണിക്കാ വരുന്ന റൂമില്. 8 മണി 7:30 വരെ പറഞ്ഞ 7:30 മണിയാക്കിയല്ലോ. അല്ല 6 മണിക്ക് പാക്കപ്പ് വിളിക്കും മിക്കവാറും ദിവസങ്ങളിൽ. ഈവനിങ് 6 മണിക്ക് പാക്കപ്പ് വിളിക്കും. ഡേ ലൈറ്റ് ഉള്ള അങ്ങനെ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പൊ 6 മണി കഴിഞ്ഞ പണിയില്ല. അത് നമ്മുടെ ഒരു ഉറക്കം കൂടെ മനസ്സിലാക്കി തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. ഈ ഉറക്കത്തിലാണല്ലോ ഈ സാധനങ്ങളെല്ലാം റീസെറ്റ് ആവുന്നത്. അപ്പൊ പിന്നെ രാവിലെ നടക്കുന്ന കഥ അങ്ങനെ. പക്ഷെ അതാ നല്ലത് കേട്ടോ. മനു ഉറക്കം പോയി കഴിഞ്ഞാൽ പ്രശ്നക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി. ഭ്രാന്തി പിടിച്ച പോലെയൊക്കെ കാണിക്കും അവിടെ രാത്രി. ചേട്ടാ അത് ഹോൾ ക്രൂവിനെ അത് നല്ല രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എല്ലാ ദിവസവും 6 മണിക്ക് നമ്മുടെ അവിടുത്തെ യൂണിറ്റിലെ ചേട്ടന്മാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ 6 മണിക്ക് പാക്കപ്പ് വിളിച്ചിട്ട്. പിന്നെ എല്ലാവരും എല്ലാവരും 6 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം. അല്ല പക്ഷെ എന്ന് കരുതി അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷന് വലിയൊരു ബാധ്യത ഉണ്ടാക്കിയിട്ടില്ല. അല്ല പ്രൊഡക്ഷൻ ലാഭം അത്. അതെ മൊത്തത്തിലല്ല. അപ്പൊ ഡബിൾ പാറ്റൊന്നും കൊടുക്കണ്ടല്ലോ. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതല്ലേ എല്ലാവർക്കും ലാഭമാണ് കേട്ടോ. മനുവിന് ഡയറക്ടർ പ്രൊഡ്യൂസറെ നോക്കി വെച്ചോട്ടോ, ഒരു ബാധ്യതയില്ലാതെ രാവിലെ തുടങ്ങി 6 മണിക്ക് പാക്കി പോകും. അത് വളരെ ചുരുക്കമായിട്ട് അങ്ങനെയൊക്കെ. അത് ഒരു 8 മണിക്കൂർ ഉറങ്ങുക, അതൊരു ബേസിക് നീഡ്. അത് കഴിഞ്ഞിട്ട് മതി മനുവിന് സിനിമ. അല്ല ചേട്ടാ ഭയങ്കര സിമ്പിളാ അത്. ഞാനിപ്പോ 5 മണിക്ക് ഉറങ്ങിയിട്ട് നാളെ ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ എന്റെ ജഡ്ജ്മെന്റ് പോയ പടത്തിനല്ലേ അത് ബാധിക്കുന്നത്. 8 മണിക്ക് ഉറങ്ങി കഴിഞ്ഞാൽ നല്ല റീസെറ്റ് ആവും. പിന്നെ അങ്ങനെ ചെയ്യുക. അപ്പൊ 6 മണിക്ക് പാക്കി പോയിട്ട് റൂമിൽ വന്നിട്ട് നാളത്തെ ഷെഡ്യൂളൊക്കെ ഏടിയൊക്കെ ആയിട്ടിരുന്ന് എത്ര മണിക്ക് തീർക്കും? 8 മണിക്ക് മുമ്പ് തീർക്കും എല്ലാം. അയ്യോ എനിക്ക് ആ ടെൻഷൻ വന്നിട്ടില്ല. കാര്യം നിതിൻ മൈക്കിൾ നമ്മുടെ അസോസിയേറ്റ് അടിപൊളിയായിരുന്നു പുള്ളി. എനിക്ക് വൺസ് പാക്കപ്പ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പുള്ളി നോയിക്കോളും. അത്രയും അടിപൊളിയായിട്ടാണ് പുള്ളി വർക്ക് ചെയ്തത്. അതൊരു വലിയ ഫാക്ടറാണ്. നമുക്ക് ത്രൂ ഔട്ട് ദ മൂവി എനിക്ക് സ്ട്രെസ് വന്നിട്ടേ ഇല്ല. അത് നിതിൻ മൈക്കിൾ എന്ന് പറഞ്ഞ അസോസിയേറ്റ് അത്ര ചീഫ് അത്ര അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ പ്രഷേഴ്സ് എനിക്ക് വന്നിട്ടില്ല. അപ്പം മേ ബി ഇപ്പം ചേട്ടൻ ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ പ്രസക്തി 2ാമത്തെ പടം തൊട്ടായിരിക്കും അറിയുക. അതെ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ 6 മണിക്ക് അത് എല്ലാവരും പറഞ്ഞ. പക്ഷെ ഒരു മൈൻഡ് നമുക്ക് വേണം. ഉറങ്ങുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കാൻ പറ്റും. രാവിലെ ഫ്രഷായി പോവാം. 4 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്യും അല്ലേ ജിമ്മിൽ പോകാനായിട്ട്. ഇത് എത്ര നാളായിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി ആണിത്? 8 മണിക്ക് ഉറങ്ങുക, 4 മണിക്ക് എഴുന്നേൽക്കുക? അല്ല ഞാൻ നോർമലി 9 മണിക്ക് കിടക്കുമ്പോൾ 5:30 എണീക്കുന്ന ആളാണ്. എപ്പോഴും അങ്ങനെയാണ് എൻ്റെ റൊട്ടീൻ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. ഇത് വലിയ സംഭവമാണ്. ഒരു സിനിമയുടെ ഡയറക്ടർ സിനിമ ചെയ്തവർക്ക് അറിയാതെ ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ്. നമ്മളെങ്ങനെയായി പോയി. അതിന്റെ റിസൾട്ട് സിനിമയിൽ ഉണ്ടാവുന്നേ. ഈ പറഞ്ഞ പോലെ ആർക്കും ടെൻഷൻ ഇല്ലാതെ 6 മണിക്ക് പോയി എല്ലാവരും കിടന്നുറങ്ങി രാവിലെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ യൂണിറ്റ് ഉള്ളവർക്ക് ഏറ്റവും സന്തോഷം. 100% ലൊക്കേഷനിൽ ഏറ്റവും താമസിച്ചു പോകും. ഏറ്റവും ആദ്യം വരുന്നവർ അവർ തന്നെയാണ്. ഏത് ലൊക്കേഷൻ ഇപ്പം നൈറ്റ് ഷൂട്ടാണെങ്കിൽ പോലും ഏറ്റവും താമസിച്ചു പോകുന്ന ഏറ്റവും രാവിലെ വരുന്നവരാണ്. അത് എഗെയിൻ അത് ഈ പടത്തിന് ആ സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നുകൊണ്ട് മാത്രം. അതുകൊണ്ട് ഇപ്പൊ നാളെ ഒരു പടത്തില് മറ്റേ സംഭവിക്കണമെന്നില്ല. മാക്സിമം ഈ സമയത്ത് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുള്ളൂ. അല്ലെ മാറ്റിപ്പിടിക്കാൻ ശ്രമിക്കുന്നില്ല. ഈ സാഹചര്യം അങ്ങനെയായി പോയാൽ മാത്രം മാറ്റേണ്ടി വരും. ഉറപ്പായിട്ട് മാറ്റേണ്ടി വരും. മനുവിന് ഇഷ്ടം ഇങ്ങനെ തീർക്കുന്നതാണ്. മനുവിനെ തേടി ഒത്തിരി പേര് വരുന്നുണ്ട്. എങ്ങനെ ഈ സിനിമകൾ ഇങ്ങനെ തീർത്ത നടന്മാരുൾപ്പെടെ വരും. ഇതൊക്കെ ഇത് കുറെ പേര് വരുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇത്ര ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞോണ്ടേ. ഒന്നും മേടിക്കാല്ലോ, ഒരു പ്രശ്നമില്ല. പറയൂ. ഓക്കെ അല്ലേ? പിന്നെ ഇത് പിന്നെ കോളേജ് സ്റ്റോറി ആയതുകൊണ്ട് ഫുൾ ടൈം ക്ലാസ് നടക്കുന്ന ഒരു സംഭവം എന്താണ് ത്രൂ ഔട്ട്. കോളേജ് വിട്ടാൽ വീട്ടിൽ പോകണം, ഹോസ്റ്റലിൽ പോകണം. അതിന് മാറ്റമൊന്നുമില്ല. അപ്പം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഡേ ടൈമേ പറ്റത്തുള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.